രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളുടെ നോർമൽ റുട്ടീനിലോട്ട് പോയി വെയിൽ കൊള്ളുക എന്നുള്ളതാണ് മെയിൻ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോള് നമ്മളുടെ. സോ എപ്പോൾ വെയിൽ കിട്ടിയാലും അപ്പോൾ കൊള്ളുക എന്നുള്ളൊരു തോട്ടിലായിരുന്നു ഞാൻ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ChatGPTൻ്റെയൊക്കെ ചോദിച്ച ആൾക്കാരുടെയൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നമുക്കൊരു മോർണിംഗ് ഒരു 7 to 10 വരെയുള്ള ടൈം, അല്ലെങ്കിൽ ഒരു 6 to 10 വരെയുള്ള ടൈം ആണ് കൊള്ളേണ്ടത്. ഏറ്റവും നമുക്ക് വിറ്റമിൻ D3 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളൊരു ടൈം പറയുകയാണെങ്കിൽ ഒരു 8 to 9:30 അല്ലെങ്കിൽ 10 വരെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കുറച്ചുകൂടി നമുക്ക് വെയിൽ കിട്ടും, നല്ല എക്സ്പോഷർ ഉണ്ടാവും, സൺ എക്സ്പോഷർ. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് വിറ്റമിൻ D3 കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ChatGPTൻ്റെയൊക്കെ ചോദിച്ചപ്പോഴാണ് കേട്ടോ ഈ ഒരു ടൈമിങ് പറഞ്ഞത്. നമുക്ക് ഒരു 8 to 9:30 അല്ലെങ്കിൽ 10-നുള്ളിൽ കൊള്ളുന്ന വെയിലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെയിലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ ഞാൻ വെയിൽ കൊണ്ടു, അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എനിക്ക് മോരും വെള്ളം കൊണ്ടു തന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചൂടും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എനിക്ക് വന്നതിനെക്കാട്ടി ബെറ്ററായി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എൻ്റെ റുട്ടീനിൽ ചേഞ്ചസ് ഉണ്ടായി, ഞാൻ കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ പോലെ തന്നെ. പിന്നെന്താ പറയുക, അധികം ഞാൻ എന്നെ പ്രഷർ ചെയ്യുന്നില്ല. ഓക്കെ വരട്ടെ, ടൈം എടുത്ത് മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. പിന്നെ എനിക്കിപ്പോൾ അസൈൻമെൻറ്റ് എഴുതാനുണ്ടായിരുന്നു, ഞാനപ്പോൾ ഇരുന്ന് അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതാണ്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഫോക്കസും കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. മീൻസ് ഓരോന്ന് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു റുട്ടീൻ പെട്ടെന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, മെല്ലെ മെല്ലെ നമ്മൾ അതൊരു ഹാബിറ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പെട്ടെന്നുള്ള സഡൻ ചേഞ്ചസ് ഒന്നും ഞാൻ എൻ്റെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മെല്ലെ മെല്ലെ ഗ്രാജുവലി ആ ഒരു പഴയ റൂട്ടീനിലോട്ട് എത്തുക എന്നുള്ളതാണ് എൻ്റെ ഗോള്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഹെൽത്ത് വൈസ് ഓക്കെ ആയി വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് Day 3 ആണ്. ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലൈഫ്. ആൻഡ് ഒത്തിരി സന്തോഷമുണ്ട് വീണ്ടും ആ ഒരു പഴയ റൂട്ടീനിലോട്ടൊക്കെ കയറി വരുമ്പോൾ. പിന്നെ ഹെയർ ലോസ് നല്ല രീതിയിൽ വരുന്നുണ്ട്, അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നി ഫുഡ് ഹാബിറ്റൊക്കെ മാറി വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.